ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഓഗസ്റ്റ് 19-ാം തീയതി എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും ഞങ്ങൾ നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാമത്തെ അധ്യായമാണ്. ഏറെ സങ്കടകരമായിരിക്കുന്ന അധ്യായമാണിത്. സുഖമായൊരു മനുഷ്യൻ ഉറങ്ങി. സുഖനിദ്ര എന്ന് പറയില്ലേ, സുഖനിദ്ര. പക്ഷേ സുഖനിദ്രയിൽ സംഭവിച്ചതോ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയി. ആ സുഖനിദ്ര ശിംശോനെക്കുറിച്ചാണ് പറയുന്നത്. അവനെ സുഖമായിട്ട് ദലീല എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ മടിയിൽ കിടന്നുറങ്ങി. ഉറക്കത്തിൽ അവൻ നഷ്ടപ്പെട്ടു പോയത് അവൻ്റെ മേലുണ്ടായിരുന്ന ദൈവാത്മാവാണ്. അവൻ്റെ മേലുണ്ടായിരുന്ന നാശബോധത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അത് നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് നല്ല ഉറക്കം തരും, നമുക്ക് രസകരമായ അനുഭവങ്ങളുണ്ടാകും, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട അനുഭവങ്ങളായിരിക്കും അതൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ആ അനുഭവങ്ങളുടെ അന്ത്യം എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിരിക്കുന്ന കാര്യമാണ്. ദലീലയുടെ മടിയിൽ കിടന്നുറങ്ങിയ ശിംശോൻ തീ കൊണ്ട് കളിക്കുകയായിരുന്നു. വാസ്തവത്തിൽ തീക്കളിയാണെന്ന് പറയില്ലേ. ശക്തനായ ഒരു ദൈവദാസൻ ഇത്രയധികം വില കുറഞ്ഞ ഒരു പ്രവൃത്തിക്കായിട്ട് എങ്ങനെ ഒരുങ്ങി? അവനെ വിവാഹം കഴിച്ചൊരു ഭാര്യയോട് ജീവിക്കാമായിരുന്നു. അവനെ ഇസ്രായേൽക്കാരത്തിയായ ഒരു ദൈവവൈതലിനെ അവന് വിവാഹം കഴിക്കാമായിരുന്നു. പക്ഷേ എപ്പോഴും വിജാതികളായ സ്ത്രീകളൊക്കെ അവൻ പോകുമായിരുന്നു. അങ്ങനെ ഒരു പാരമ്പര്യമാണ് അവനെ സൃഷ്ടിച്ചെടുത്തത്. അവന് ദൈവഭയമില്ലാതെയായി. അപ്പോൾ ദലീലയുടെ മടിയിൽ അവൻ കിടന്നുറങ്ങിയ ആ ഉറക്കമെന്ന് പറയുന്നത് നല്ല മനോഹരമായ ഉറക്കമായിരുന്നു. ഞാൻ വിചാരിക്കുന്നു, നമുക്കതറിയില്ല എങ്കിലും ഞാൻ വിചാരിക്കുക ഒരു പരസ്ത്രീയുടെ മടിയിൽ അവളെ താലോലിച്ച് കിടത്തി ഉറക്കുമ്പോൾ ഒരു ഉറക്കത്തിൻ്റെ സുഖം ഒരു പക്ഷേ അത് ശിംശോൻ അനുഭവിച്ചു. പക്ഷേ ആ ഉറക്കത്തിൻ്റെ സുഖമെന്നല്ല ഞാനതിനെ പറയുന്നത്. അത് വിഷം കുടിച്ച് അബോധാവസ്ഥയിലേക്ക് പോകുന്നൊരു മനുഷ്യൻ്റെ സ്ഥിതിയാണ് ഉണ്ടായത്. ജഡത്തിൻ്റെ ഇച്ഛകളെ കീഴടക്കേണ്ടതിന് പകരം ജഡത്തിൻ്റെ ഇച്ഛകളെ താലോലിച്ച് വളർത്തുകയും ആ ജഡത്തിൻ്റെ ഇച്ഛകൾ ആ മഹാനായ മനുഷ്യനെ കീഴടക്കുകയും ചെയ്തതായിരിക്കുന്ന ചരിത്രമാണ് ഇവിടെ ഉള്ളത്. ദൈവാത്മാവ് തന്നെ വിട്ടുപോയത് ശിംശോൻ അറിഞ്ഞതേയില്ല. ഏത് സമയത്താണ് ഇറങ്ങിപ്പോയി അറിയില്ല. ഇല്ല. കാരണം പല നുണകൾ പറഞ്ഞിട്ട് അവസാനം ഒരു സത്യം പറഞ്ഞു. എൻ്റെ വിജയത്തിൻ്റെ ശക്തിയുടെ രഹസ്യം എൻ്റെ നാശവൃതമാണ്. എൻ്റെ മുടിയിൽ കത്രിക തൊട്ടിട്ടില്ല എൻ്റെ ഇടയിൽ. അത് എൻ്റെ മുടി വെട്ടിക്കളഞ്ഞാൽ എനിക്ക് ശക്തി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അവിശ്വാസിയുടെ മുൻപിൽ താൻ തൻ്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെടുത്തി. അവരതിന് പ്രകാരം തന്നെ എന്ത് ചെയ്തു? അവൻ്റെ മുടി മുറിച്ച് കളഞ്ഞു. മുടി മുറിച്ച് കളഞ്ഞ് കഴിഞ്ഞ ഉടനെ തന്നെ എന്താ സംഭവിച്ചത്? നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോയി. അവന് സാധാരണ മനുഷ്യരെ പോലെ ആയിത്തീർന്നു. എത്ര സങ്കടകരമായിരിക്കുന്ന ഒരവസ്ഥയാണത്. ഇതാ ഫെലിസ്തീർ എന്ന് പറഞ്ഞു. ശിംശോനെ, ഇതാ ഫെലിസ്തീർ. ചാടി എഴുന്നേറ്റ മുൻപിലത്തെ പോലെ സടകുടഞ്ഞ് എഴുന്നേക്കുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒന്നും പറ്റിയില്ല. ഇപ്രാവശ്യം അവൻ്റെ കൈയുടെ അസ്ഥി ഒടിഞ്ഞ് കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് പിടിച്ചിട്ടെന്ന് വെച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചു. ഇല്ല. ആ അനുഭവം പരിതാപകരമായിരുന്നു. ശിംശോൻ ശത്രുക്കളുടെ കയ്യിൽ ഒരു പാവയെ പോലെ ആയിത്തീർന്നു. ശത്രുക്കളുടെ കയ്യിൽ കിട്ടിയ പൂച്ചയുടെ കയ്യിൽ ഒരു എലിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ പൂച്ചയായി എലിയായിട്ട് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ഫെലിസ്ത്യരുടെ കയ്യിൽ അവരെ ഇത്രകാലം ഉപദ്രവിക്കുകയും അവരുടെ അനേക ആളുകളെ കൊല്ലുകയും ചെയ്തതായിരിക്കുന്ന ഈ ശിംശോനെ അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവരൊരു നല്ല കളി തന്നെ കളിച്ചു. അവനെ ചെയ്യാവുന്നത്രയും പദം വരുത്തിയെന്ന് പറയാം. അവനെ ഏതെല്ലാം നില ഉപദ്രവിക്കാമെന്നല്ല ഉപയോഗിച്ച് അവൻ്റെ കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ച് അവനെ അന്ധനാക്കി. അവനെ ചങ്ങലയിട്ട് ബന്ധിച്ച് അവരുടെ ക്ഷേത്രത്തിൽ കൊണ്ടാക്കി ഇവിടുന്ന് മാവ് പൊടിക്കാൻ പറഞ്ഞു. എത്ര സങ്കടകരമാണ്. ദൈവത്തിന് വേണ്ടി വിലയേറിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൈവദാസൻ അവസാനം അന്യദേവന്മാർക്ക് വേണ്ടി മാവ് പൊടിക്കുന്നതായിരിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് അവനെ കൊണ്ടുവന്നു വന്നു. അതെ, നല്ല ദർശനമുണ്ടായിരുന്നൊരു ചെറുപ്പക്കാരൻ ഇപ്പോൾ കണ്ടുപോലും കാണാൻ വയ്യാത്തവനായിട്ട് അന്ധനായിട്ടിരിക്കുന്നു. ദൈവജനത്തിനിടയിൽ ഒരു വലിയ പ്രഭുവായിരുന്നവൻ ഇതാ ശത്രുവിൻ്റെ കയ്യിലൊരു പാവയായിട്ട് തീർന്നിരിക്കുന്നു. എന്തൊരു കഷ്ടകരമായിരിക്കുന്നൊരു കാര്യമാണ്. പല ശക്തന്മാരായ വിശ്വാസികളും അവരുടെ ജീവിതത്തിൽ ദൈവാത്മാവ് വിട്ടുപോയതറിയാതെ പഴയ ശക്തി ഉണ്ടെന്ന് ധരിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അത് കഷ്ടമാണ്. ഈ അടുത്ത കാലത്തായിട്ട് ചില ദൈവദാസന്മാരെക്കുറിച്ചൊക്കെ അങ്ങനെ കേട്ടു. അവരെ ചില വലിയ മാരകമായ പാപങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിജയകരമായിട്ട് പാപം ചെയ്യാനൊക്കുമോ? വല്ലവർക്കും ചെയ്യാനൊക്കുമോ? വിജയകരമായിട്ട് എങ്ങനെ പാപം ചെയ്യുന്നത്? ചെയ്യാനൊക്കില്ല. കാരണം പാപം ചെയ്യുന്നവൻ ഓരോ നിമിഷവും മരണത്തോടെടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവഹിതത്തിൽ നിന്നും ദൂരെ പോവുകയാണ് ചെയ്തത്. ശിംശോനത് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ശിംശോനത് അറിഞ്ഞില്ല. ദൈവത്തിൻ്റെ സമയമുണ്ട്. പാപത്തോടെ കളിക്കുന്നവർക്ക് അതിനൊരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ഒരിക്കലും പഠിക്കാത്ത കുട്ടിക്ക് 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിയുമ്പോഴാണല്ലോ അവൻ പഠിക്കാതിരുന്നതിൻ്റെ
ഫലം അവനെ ശരിക്കും അറിയുന്നത്. പിന്നെ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവനൊരു ഭാവിയില്ല, അവൻ മുന്നോട്ട് പഠിക്കാനൊക്കുകയില്ല, അവൻ എല്ലാറ്റിനും തോറ്റു. കാരണം അവൻ പഠിച്ചില്ല, അവൻ ഉഴപ്പി എന്ന് പറഞ്ഞ പോലെയാണ് പാപം ചെയ്യുന്നതായിരിക്കുന്ന ചെയ്ത് പോകുന്ന ശിംശോന് ഓരോ പ്രാവശ്യവും പാപം ചെയ്തപ്പോൾ ആനന്ദകരമായി തോന്നിയെങ്കിൽ ഇപ്പോൾ ഇത് അവൻ പിടിക്കപ്പെട്ടിരിക്കുന്നു, അവൻ്റെ ശക്തി അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. വീരന്മാരുടെ വീഴ്ച പരിതാപകരമാകട്ടോ. കാരണം എന്താണെന്നറിയാം, അവർ വീഴുന്ന ഉയരത്തിൽ നിന്നാണ്. താഴെ നിന്ന് വീഴുന്നവർക്ക് വലിയ കാര്യമില്ല, നിലത്ത് നിൽക്കുന്നവൻ വീണ് കഴിഞ്ഞാൽ കാര്യമില്ല. പക്ഷേ ഒരു 100 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണാലോ, 50 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണാലോ എന്തൊരു വീഴ്ചയായിരിക്കും അത്. വലിയൊരു മരത്തിന് മുകളിൽ നിന്ന് വീണാലോ, നിങ്ങൾ എത്രയും ഉയരത്തിലേക്ക് പോകുന്നു അവിടെ നിന്ന് നിങ്ങളുടെ വീഴ്ച ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിചാരിച്ചുള്ളൂ തകർന്നു തന്നെയാണ്. ശിംശോന് അതാ പറ്റിയത്. ശിംശോന് ഉയർന്ന് ഇസ്രായേലിലെ എല്ലാ ന്യായാധിപന്മാരുടെയും മേൽ പോയി അത്ര വലിയ കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് അവിടെ നിന്നാണ് അവൻ വീണത്. ആ വീഴ്ച അവനെ തകർത്ത് കളഞ്ഞു. ദൈവത്തിൻ്റെ മനുഷ്യൻ ഇപ്പോഴിതാ ദാഗോൻ്റെ ക്ഷേത്രത്തിലെ കളിപ്പാവയായി തീർന്നിരിക്കുന്നു. ശിംശോൻ്റെ ആത്മാഭിമാനവും ആത്മശക്തിയും അവൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഒടുവിൽ ഒരു വിധത്തിലുള്ള ഒരു ആത്മഹത്യയാണ് ശിംശോൻ ആഗ്രഹിച്ചത്. ദൈവത്തോട് പറഞ്ഞ, ഞാൻ ഇവരോടുകൂടെ നശിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഞാൻ ഇവർ നശിക്കുമ്പോൾ രക്ഷപ്പെട്ടെന്നല്ല പറഞ്ഞത്, ഇവരോടുകൂടെ നശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിന് തൂൺ പിടിച്ച് ഒടിക്കുകയും ക്ഷേത്രത്തിലുണ്ടായിരുന്ന ശത്രുക്കളോടൊത്ത് ശിംശോൻ മരിക്കുകയുമാണ് ചെയ്തത്. നാശത്തിൻ്റെ പാത തിരഞ്ഞെടുത്തവൻ നശിക്കുകയല്ലാതെ എന്തു ചെയ്യും? നല്ല വഴികളെ തിരഞ്ഞെടുത്ത് ജീവിക്കുവാൻ ആണ് നാം എപ്പോഴും ഒരുങ്ങേണ്ടത്. അതെ, നമുക്ക് തെറ്റുപറ്റി പോയെങ്കിലും അവനത് പറയേണ്ടതായിരുന്നു, അനുഭവിച്ച് പറയേണ്ടതായിരുന്നു. ദൈവമേ, എനിക്ക് ഒരു പ്രാവശ്യം കൂടി ശക്തി തരണമേ, ഇനിയും ജീവിച്ചിരുന്ന് ദൈവം നിന്നെ സേവിക്കാൻ എനിക്ക് അവസരം തരണം എന്നെല്ലാം അവൻ പറഞ്ഞു. ഞാൻ നശിക്കട്ടെന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്? പാപം ചെയ്ത് നമ്മുടെ ആത്മാവിനെ നമ്മളങ്ങ് കളങ്കമാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ വിഷം കൊണ്ട് ഒഴിച്ചൊഴിച്ച് കിണറങ്ങ് അശുദ്ധമായ പിന്നെ അതിൽ നിന്നൊരു നല്ല തൊട്ടി വെള്ളം കോരിയെടുക്കാൻ ഒക്കുമോ? ഒക്കുകയില്ല. അതിൻ്റെ ഉറവ പോലും അത് മലിനമായി പോയി. അതുപോലെയാണ് ശിംശോൻ്റെ ഉറവ പോലും മലിനമായി പോയി. അത്രയധികം പാപം അവൻ കൂടെ ചെയ്തു. കളവ് പറഞ്ഞു, നുണ പറഞ്ഞു, വ്യഭിചാരം ചെയ്തു, പരസംഗം ചെയ്തു. അവൻ ചെയ്യാത്ത ഒന്നുമില്ല. അവൻ്റെ ആശീർവാദത്തിൻ്റെ എല്ലാ പ്രമാണങ്ങളെയും അവൻ ലംഘിച്ചു. ഇനി അവൻ അനുഗ്രഹിക്കപ്പെടാൻ ഒക്കുകയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, നാം പാപത്തോടെ കളിക്കുമ്പോൾ ഓർക്കണം, സിൻ ഈസ് വെരി കോസ്റ്റ്ലി. സം ഡേ ഈസ് പേ ഡേ എന്ന് ഇംഗ്ലീഷിൽ പറയും. സം ഡേ ഈസ് പേ ഡേ. ഒരു ദിവസം കൂലി കിട്ടുന്ന ദിവസമാണ്. ശിംശോൻ അവന് കൂലി കിട്ടുന്ന ദിവസം ഈ ഭൂമിയിൽ വെച്ച് കിട്ടി. ഇനി വരുവാൻ ലോകത്തെ കൂലി വേറെ കിടക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ പ്രിയമുള്ളവരെ, ശിംശോന് പറ്റിയതായിരിക്കുന്ന ആപത്ത് നമുക്ക് വരരുത്. പാപത്തോടെ നാം കളിക്കരുത്. പാപത്തെ നാം വെറുക്കണം. നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവത്തിന് കൊള്ളാകുന്നവരായി നാം ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വാഴ്ത്തപ്പെട്ട പിതാവേ, ശിംശോൻ്റെ പാഠങ്ങൾ ഞങ്ങൾക്ക് വലിയ പാഠങ്ങൾ തന്നെയാണ്. എത്ര ശക്തനായ മനുഷ്യനായാലും ദൈവത്തിനെതിരെ ഓടിയാൽ അവൻ ഒരു ദിവസം വീഴുക തന്നെ ചെയ്യും. പാവത്തോടെ കളിക്കുന്ന ശിംശോനെ എങ്ങനെ വിജയിക്കാനായിട്ട് കഴിയും? ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ജീവിച്ചതെങ്കിൽ ഒരു ദിവസം അവനതിൻ്റെ ഫലം അനുഭവിച്ചേ മതിയാവൂ. അതേ, അവൻ ചെയ്ത പാപങ്ങൾക്ക് കൂലി കിട്ടുന്ന ദിവസം വന്നു. ദാഗോൻ്റെ ക്ഷേത്രത്തിൽ മാവ് പിടിക്കുന്ന അവന് അവസാനം ഒരു കളിക്കാരനായിട്ട് തീർന്നു. അവിടെ അവൻ്റെ ജീവിതം അവസാനിക്കേണ്ടതായിട്ട് വന്നു. സങ്കടകരമായിരിക്കുന്നൊരു കാര്യമാണ്. ഞങ്ങളെല്ലാവരും ഇതൊരു പാഠമായി സൂക്ഷിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളാരും പാപത്തോട് കളിക്കാനിടയാകരുത്, പാപത്തെ വെറുക്കുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തിനായി സ്തോത്രം. ഈ ദിവസത്തെ അനുഗ്രഹിച്ചു തരണമേ. ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു ദിവസമാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.